വേണ്ടിയിട്ട് നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ ആങ്കർക്ക് കൈമാറുന്നു. താങ്ക് യു ജാക്സൺ സർ. അതോടൊപ്പം തന്നെ നമ്മുടെ ടെക്നിക്കൽ സൈഡിൽ രണ്ടുപേരെയും കൂടെ നമ്മൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ കിഷോർ ആൻഡ് മിസ്റ്റർ സലീം, പ്ലീസ് കം ഓൺ ദ സ്റ്റേജ് പ്ലീസ്. മിസ്റ്റർ കിഷോർ ആൻഡ് മിസ്റ്റർ സലീം, പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. താങ്ക് യു സാർ. ഇതുപോലെ തന്നെ വളരെയധികം നന്ദി. ഈ ഒരു ടെക്നിക്കൽ സൈഡിൽ നിങ്ങളെല്ലാവരുടെയും കൂടെ പ്രയത്നമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥി അന്നാരാജൻ നല്ലൊരു കയ്യടിയോടുകൂടി എല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്ക് സ്വീകരിക്കാം. വെൽക്കം അന്ന ഓൺ ഓഷ്യാനോസ് അണ്ടർ വാട്ടർ ടണൽ ആൻഡ് ടണൽ എക്സ്പോ പ്ലീസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാം ഒന്നുകൂടെ നിൽക്കാമോ? ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് മാമിന്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് മാറിക്കൊടുക്കാമോ? ആ സൈഡിൽ നിന്നൊന്ന് മാറിക്കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാം ഒന്നുകൂടെ നിൽക്കാമോ? ഇവിടെ നിൽക്കാമോ? അപ്പോൾ മാമിന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ മാമിനെ സ്വീകരിക്കാൻ നമുക്ക് വന്നിരിക്കുന്നത് മാമിനെ പോലെ തന്നെ സുന്ദരിയായിട്ടുള്ള ഒരു റോബോട്ടിനെയാണ് ഞങ്ങളോട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോ നിളയെ കൂടെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കണം. നമ്മുടെ നിള റോബോട്ടിനെ ക്ഷണിക്കുകയാണ് മാമിനെ സ്വീകരിക്കാൻ വേണ്ടി. നല്ലൊരു കൈയോട് കൂടുതൽ നമുക്ക് സ്വീകരിക്കാം പ്ലീസ്. വാങ്ങിച്ചോളൂ. അടിപൊളി. മാം ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൂടെ നിന്ന് കൊടുത്താൽ നീള മാമിന്റെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അടിപൊളി. അന്ന് തന്നെയല്ലേ 2 മിനിറ്റ്സ് കൊണ്ട് വിസിബിൾ ആവും. ഓക്കെ മാം. ഓക്കെ മാം പ്ലീസ്. അപ്പൊ എന്തായാലും എന്റെ സംസാരം ഇത്രയും നേരം നിങ്ങൾ കേട്ടു. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് അമ്മയുടെ സംസാരം കേൾക്കാൻ വേണ്ടിയാണ്. അപ്പൊ മാം 2 വാക്ക് ഞങ്ങളുടെ പത്തനംതിട്ട നിവാസികൾക്ക് വേണ്ടിയിട്ട് പ്ലീസ്. നിങ്ങൾക്ക് വേണ്ടി ഇതാ റോബോട്ടും പിന്നെ മെർമെയ്ഡ്സും സ്ക്യൂബ ഡൈവേഴ്സ് എല്ലാം കൂടെ ആഘോഷമാക്കാനായിട്ട് നമ്മുടെ ഓഷ്യാനസിന്റെ അണ്ടർ വാട്ടർ മറൈൻ അക്വേറിയം എക്സ്പോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഫുൾ ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ഇട്ടൊന്ന് അടിച്ചു പൊളിക്കാം. എന്താ അവർക്കൊരു സന്തോഷമില്ലാത്തേ? താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനത്തിലേക്ക് കടക്കാം. അപ്പൊ അതിനു മുമ്പ് എന്തായാലും ഞാൻ ഇവരുടെ സൈഡിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇവരുടെ സൈഡിൽ ഞാൻ ചോദിച്ചോട്ടെ. കോൺട്രവേഴ്സീസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ശരിക്കും ഡിപ്ലോമാറ്റിക് ആയിട്ട് മറുപടി പറയരുത്. ശരിക്കും ലാലേട്ടനെയാണോ മമ്മൂക്കയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ലാലേട്ടൻ ഫാനാണോ മമ്മൂക്ക ഫാനാണോ? ആ ഡിപ്ലോമാറ്റിക് ആയിട്ടല്ലാതെ കറക്റ്റ് ലെഫ്റ്റ് ഹൈ ആണോ റൈറ്റ് ഹൈ ആണോ ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇത് ഡിപ്ലോമാറ്റിക് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയാം പ്ലീസ്. ഇത് തന്നെയാണ്. അപ്പൊ നല്ലൊരു കൈ കൊടുക്കാൻ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒരുപോലെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ അങ്കമാലി ഡയറീസിൽ നമ്മളെല്ലാവരും ഏറ്റവും അധികം എന്താ പറയാ നമ്മുടെ സ്വപ്നത്തിലെ ഒരു സുന്ദരി പോലെയായിരുന്നു ലച്ചി എന്ന കഥാപാത്രം. അതുപോലൊരു കഥാപാത്രം ഇപ്പൊ നമ്മള് കുറച്ച് നാളുകളായി നല്ലൊരു കഥാപാത്രത്തിലൂടെ നമ്മൾ സിനിമയിൽ. അപ്പൊ ഇനി എന്നാണ് ഏതാണ് പുതിയ പ്രൊജക്ട് നമുക്കൊന്ന് സന്തോഷം. ഓക്കെ. ഇനിയിപ്പോ റിലീസ് വെയിറ്റ് ചെയ്യുന്നത് തേരിമേരി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയാണ്. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയും കൂടി ഉണ്ടായിട്ട് ഷൈൻ ചേട്ടന്റെ പ്ലെയർ ആയിട്ട് അതൊരു കിളിപോയൊരു പെണ്ണ്. അത് കറക്റ്റ് ആയിരിക്കും അല്ലെ? എനിക്ക് കറക്റ്റല്ല, താങ്കൾ കറക്റ്റാണെന്ന്. ഓക്കെ തിരിച്ച്. ഓക്കെ എന്തായാലും വളരെയധികം സന്തോഷം. ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു കൊടുത്തതിൽ വളരെയധികം നന്ദി. അപ്പോ അതോടൊപ്പം തന്നെ ഒരാളെയോട് നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാനുണ്ട് പ്ലീസ്. അതായത് നമ്മളിപ്പോ ഈ ഓഷ്യാനോസ് എന്ന് പറയുന്ന അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഉണ്ടല്ലോ, ഇത് ഇന്ത്യയിൽ നമ്മുടെ ഏറ്റവും ആദ്യം ഈ ഒരു ടണൽ എക്സ്പോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സുഹൃത്ത് മിസ്റ്റർ നിമിൽ KK. അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. നല്ലൊരു കൈയോട് കൂടി അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം പ്ലീസ്. മിസ്റ്റർ നിമിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? മിസ്റ്റർ നിമിൽ
അത് ബാക്കില് ആള് അധികം അങ്ങനെ എക്സ്പോസ് ചെയ്ത ഒരാളാണ്. പ്ലീസ് ഒന്ന് നല്ലൊരു കൈ കൊടുക്കുക പ്ലീസ്. നമ്മുടെ ഓഷ്യാനോസ് അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ എന്ന കോൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇന്ത്യയിൽ കൊണ്ടുവന്നതിൽ തന്നെ നമ്മൾ കേരളത്തിൽ കൊല്ലത്താണ് നമ്മൾ ആദ്യമായിട്ട് ആ ഒരു ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പ്ലീസ് ഒന്ന് മാറി കൊടുക്കാമോ? അതാണ് അദ്ദേഹം. അതൊന്ന് കൈയടിച്ചു കൊടുക്കൂ. കാരണം ഇത്രയും ചെറുപ്പത്തില് ഇത്രയും വലിയൊരു കോൺസെപ്റ്റിന്റെ ഉടമയാണ്. അപ്പൊ എന്തായാലും നിവിൽ വളരെയധികം നന്ദി ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ. പ്ലീസ്, താങ്ക് യു. അപ്പോ നമ്മുടെ ചടങ്ങിലേക്ക് കടക്കാം. നമ്മുടെ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് കിടക്കുന്നതിന് ആദ്യത്തെ പടിയായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നമ്മുടെ